നമ്മൾ ഇന്ന് എന്ത് വീഡിയോ ആയിട്ടാ ജിങ്ക് വന്നേക്കുന്നത്? ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാ വന്നേക്കുന്നത്. അതെ, ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട്. അപ്പൊ നമ്മള് വേറൊന്നുമല്ല, നമ്മൾ പുതിയ മൈക്ക് വാങ്ങി അതിന്റെ അൺബോക്സിംഗ് ആണ് കേട്ടോ. അപ്പൊ അത് മേടിച്ചപ്പം നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ തോന്നി അല്ലേ? അപ്പം മേടിച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യുകയൊക്കെ ഇത് ചെയ്യാം അല്ലേ? അപ്പം ഇതാണ് ആ പ്രൊഡക്റ്റ്. കണ്ടോ, കാണാൻ പറ്റുന്നില്ലേ? കണ്ടോ, ഇത് ഡിജിടെക് DWM108 എന്ന് പറഞ്ഞൊരു വയർലെസ് മൈക്രോഫോണാണ്. 2 മൈക്കുണ്ട്, ഒരു റിസീവർ ഉണ്ട്. നല്ല റിവ്യൂ ഉണ്ട് ഇതിനെ കുറിച്ച്, അതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രൈസാണ് അല്ലേ? ഇത് നമുക്ക് കിട്ടിയത് 3850 രൂപയ്ക്കാണ് ഈ മൈക്ക് കിട്ടിയത്. ഡിജിടെക്കിന്റെ മറ്റേ സ്ക്വയർ പോലത്തെ മൈക്കല്ല, ഇത് മറ്റേ റൗണ്ട് ഷേപ്പിലുള്ള കുറച്ചുകൂടെ ചെറുതാണ് അല്ലേ? അതാണ്. പിന്നെ DSLR ക്യാമറയിൽ ഉപയോഗിക്കാം, സ്മാർട്ട് ഫോൺസിൽ ഉപയോഗിക്കാം. അതായത് ഐഫോണിൽ ആൻഡ്രോയിഡിൽ ഉപയോഗിക്കാം, iOS ഉപയോഗിക്കാം. ഇങ്ങനെയാണ് ഈ പെട്ടി ബാഗ് വരുന്നത്. അപ്പം കാണാൻ തന്നെ ഇത് തന്നെ ഒരു ചെറിയ അല്ലേ, നല്ല രസമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്താലോ? ഇതൊരു ചെറിയൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഹാങ്ങറൊക്കെ ഉണ്ട് ഈ പെട്ടിക്ക്. ഇങ്ങനെ എന്താണല്ലോ ഇതിപ്പോ തുറന്നു. ഇതാണ് കേട്ടോ. അതെ, കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ, നല്ല ക്യൂട്ട് ആയിട്ടുള്ള. അതായത് നമ്മളിങ്ങനെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ ഡിജിടെക്. ഇതാണ് ഇത്. ഇതിനകത്താണ് കേട്ടോ ഇത് വരുന്നത്. തുറന്ന് കാണിക്കാം. കണ്ടോ, ഇത് റിസീവർ, ഇത് 2 മൈക്രോഫോണ്. അപ്പൊ ഇനി ഇത് എല്ലാം സെപ്പറേറ്റ് നമുക്ക് ചാർജ് ചെയ്യണ്ടേ. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് ഒരു ചാർജിങ് കേസ് കൂടിയാണ്. ഈ കേസ് ഇതിന്റെ ബാക്കില് മറ്റേ C ടൈപ്പ് ചാർജ്, നമുക്ക് ചാർജർ, നമ്മുടെ മൊബൈലിന്റെ ഒക്കെ ചാർജർ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചാർജ് ആകും. അപ്പൊ എന്നിട്ട് ഇത് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്ത് ഇതതിൻ്റെ റിസീവർ, ഇത് മൈക്ക്. കണ്ടോ, നല്ല ക്യൂട്ടായിട്ട്. ഇത് വേറൊരു മൈക്ക്. കണ്ടോ, നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഇതാണ് കേട്ടോ ഇതിന്റെ ചാർജിങ് കേസ്. ഇതിനകത്ത് നമ്മൾ എയർപോർട്സ് ഒക്കെ ചാർജ് ചെയ്യുന്ന പോലെ ഇത് ചാർജ് ചെയ്യാം. അടിപൊളി. ഇതിവിടെ ഇരിക്കട്ടെ. പിന്നെ ഇതിലൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അറിയുമോ? വേറെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലിപ്പില്ലേ, ഈ ക്ലിപ്പ് ഇത് മാഗ്നറ്റാണ് കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ നമുക്ക് ഡ്രസ്സിൻ്റെ പുറത്ത് വെച്ചിട്ട് അകത്ത് മാഗ്നറ്റായിട്ട് കണ്ടോ, ഇങ്ങനെ അങ്ങനെ വെച്ച് വേണേലും ഇത് ഉപയോഗിക്കാം. ചിങ്ക് പറഞ്ഞു ഇത് ഇതിന്റെ കണക്ടർ കേട്ടോ. ഓരോന്നോരോന്നായിട്ട് കാണിക്കാവേ. ഇത് ലൈറ്റ്നിങ് ആണ്. ഇത് നമുക്ക് ഐഫോണിൽ ഉപയോഗിക്കാം. ഇത് C ടൈപ്പ്, അതായത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺസിലൊക്കെ ഉപയോഗിക്കാവുന്ന ടൈപ്പാണ് ഇത്. പിന്നെ ഡെഡ് ക്യാറ്റ് ഉണ്ട്. ഇതൊരു ഡെഡ് ക്യാറ്റ്. അങ്ങനെ 2 മൈക്കിനുള്ള 2 ഡെഡ് ക്യാറ്റ് ഉണ്ട്. ഇതോ, അതായത് നമ്മളിപ്പം ഭയങ്കര വിൻഡുള്ളിടത്തൊക്കെ പോയി നിൽക്കാന്ന് വെച്ചു, ഭയങ്കര കാറ്റൊക്കെ ഉള്ളിടത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ ഈ ഡെഡ് ക്യാറ്റ് ഇതിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ആ കാറ്റിന്റെ ആ ഒരു ഇത് കാറ്റിന്റെ ഇത് കുറയും. അതായത് ഇപ്പൊ നമ്മളിങ്ങനെ വരുന്ന ആ ഇതൊക്കെ ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറയും. ഇത് ഹെഡ്ഫോൺ ആണ് കേട്ടോ. 2 ഹെഡ്ഫോൺ ഉണ്ട്. അത് ഇത് ഹെഡ്ഫോൺ ആണ് കേട്ടോ. അതായത് ഈ നമ്മുടെ ഈ മൈക്ക് ഉണ്ടല്ലോ, ഈ മൈക്കിലൊരു ഇതുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് കേട്ടോ ഇത് ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹെഡ്ഫോണിലെ ഇത് നമുക്ക് ഉപയോഗിക്കുന്നവർക്ക് നമുക്ക്
മറ്റേ മോണിറ്ററിംഗ് വേണമെങ്കിൽ ഈ ഹെഡ്ഫോൺ ഉപയോഗിക്കാം. എങ്ങനെയുണ്ട്, എത്ര ശബ്ദമുണ്ടെന്ന് ശബ്ദമുണ്ട്, ക്ലാരിറ്റി ഉണ്ടോ, എന്തെങ്കിലും അതോ ഇത് വർക്ക് ചെയ്യണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. അതായത് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കേൾക്കാൻ പറ്റും. അതിനാണ് ഹെഡ്ഫോൺ. അത് അടിപൊളിയല്ലേ? അത് കൊള്ളാം, അത് സൂപ്പർ. ഇതോ ഇത് കണ്ടോ, ഇത് ഈ സൈഡ് ക്യാമറയിൽ കണക്ട് ചെയ്യണം. ഈ രണ്ട് ബ്ലാക്ക് പോയിന്റ് വരുന്നുള്ളത്. അതായത് ഇത് TRS എന്നാണ് ഇതിന്റെ ചാർജ് ചെയ്യാം. അതായത് ടെക്നിക്കൽ വേർഡ് കേട്ടോ. അതായത് ടിപ്പർ, റിംഗ്, ഷീൽഡ് അങ്ങനെ 3 അത് ഇത് കണക്ട് ചെയ്യാം. ഇത് എന്നിട്ട് നമുക്ക് ക്യാമറയുടെ ഇന്നില് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറയിൽ സെറ്റ് ആവും. സി കേബിൾ വരുന്നുണ്ട്, സി. പിന്നെ വേറെ കേബിൾ ഉണ്ടായിരുന്നു, ഈ 2 കേബിൾ. ഇതിൽ ഒരു കേബിൾ ഉണ്ട് കേട്ടോ, ഒരു കേബിൾ ഉണ്ട് കേട്ടോ. ഇതെന്താ അറിയോ, ഇത് ഒരെണ്ണം ഈ റിസീവറിൽ കണക്ട് ചെയ്യണം, ഒരെണ്ണം മൊബൈലിലെ ഇത് കുത്തി സാധാ മൊബൈലിൽ ഹോളുള്ള ഹെഡ്ഫോൺ കുത്തുന്ന അവിടെ തന്നെ മൈക്ക് വരുന്നതുണ്ടല്ലോ, നമ്മളിങ്ങനെ വിളിച്ച് സംസാരിക്കാൻ, അതിന് ഇത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വല്ല റെക്കോർഡറിലേക്കൊക്കെ ആണെങ്കിലും ഇതിന്റെ ഒരു ടിപ്പ് റെക്കോർഡറിലും ഒരറ്റം ഈ റിസീവറിലും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡറിലും നമുക്ക് ഇത് റെക്കോർഡ് ചെയ്യാം. എല്ലാത്തിനും ഉപയോഗിക്കാം. ഇതാണ് പിന്നെ മെയിനായിട്ട് ഇതിനകത്ത് ഉള്ള സാധനങ്ങൾ. ഇത് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കിയാലോ. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഒരു യെല്ലോ ബട്ടൺ കണ്ടോ. ഇതങ്ങ് ലോങ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് കത്തും കണ്ടോ. ഇത് മൈക്ക്, ഇത് റിസീവർ. ഇപ്പൊ ഇത് രണ്ടിലും നീല കത്തി നിൽക്കുക കണ്ടോ. ഈ നീല കത്തി നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് രണ്ടും പെയറായി, ഇത് രണ്ടും കണക്ട് ആയി. ഇതും ഇതേപോലെ ഇങ്ങനെ കണ്ടോ കണക്ട് ആയി. അപ്പൊ ഇത് നമുക്ക് ഇനിയിപ്പം ഈ റിസീവർ എവിടെ ഉപയോഗിക്കണം? ചിലർക്ക് മൊബൈലായിരിക്കാം, ഐഫോൺ ആയിരിക്കാം, ഇല്ലെ ക്യാമറ ആയിരിക്കാം. എന്ത് ഡിവൈസ് ആണോ ആ ഡിവൈസിൽ. പിന്നെ ഇത് നമ്മുടെ ക്യാമറയുടെ മറ്റേ ഫ്ലാഷ് ഒക്കെ വയ്ക്കുന്ന സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസിൽ ഇതിങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് ക്യാമറയിൽ നിന്നുള്ളൂ. ഇത് എങ്ങനെയാണ് ഐഫോണിലോട്ട് കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ C2 ലൈറ്റ്നിങ് കണക്ട് ഉണ്ട്. ഇവിടെ ഈ സിയിൽ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തിട്ട് ഇത് ഈ സാധനം ഐഫോണിൽ കണക്ട് ചെയ്യും. അപ്പൊ അത് മാത്രം എനിക്കൊരു ഇതായിട്ട് തോന്നി കേട്ടോ. ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ ഒരു വലിയൊരു ഇതുപോലെ ഇരിക്കുന്ന ഇങ്ങനെ. ഇത് മാത്രം ഉണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു ചെറിയ പീസ് ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായേനെ. എന്ന് വെച്ചാൽ ഫോണൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ആ ഫോൺ ഇങ്ങനെ ചെയ്തു. ഇനിയിപ്പം C2 ഉണ്ട്. സാധാ ആൻഡ്രോയിഡ് ഫോൺ ആണെന്നുണ്ടെങ്കിൽ ഇതെടുത്തിട്ട് ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഷൂട്ട് ചെയ്യാം വീഡിയോ ഒക്കെ. എനിക്ക് ഒരിതായിട്ട് തോന്നിയത് ഇതിങ്ങനെ ഇരിക്കും. ഏതാ ഈ ഫോണിൽ ഇങ്ങനെ ഇത്രയും വലുതായിട്ടിരിക്കും. അതാണ് എനിക്ക് ഇതിന്റെ ഒരു ആകെപ്പാടെ ഒരു മൈനസ് പറയണമെങ്കിൽ പറയാം എന്നുള്ളത്. അത് മാത്രമേ ഉള്ളൂ. ഓഡിയോ ക്വാളിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ? ചെക്ക് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് നമ്മുടെ ക്യാമറയിലത്തെ സൗണ്ടാണ് കേട്ടോ. കേട്ടോണ്ടിരിക്കുന്നത് നമ്മുടെ ക്യാമറയിലെ മൈക്ക് വെച്ചിട്ടുള്ള ഓഡിയോ ആണ് നിങ്ങൾ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ കേൾക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഡിജിടെക് DWM 108ന്റെ ഓഡിയോ ആണ് ഇനി കേൾക്കാൻ പോകുന്നത്. അപ്പൊ ക്ലാരിറ്റി എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണേ. ഞാനിപ്പോ സംസാരിക്കുന്നത് നമ്മുടെ പുതിയ മൈക്കിൽ നിന്നാണ് കേട്ടോ. മൈക്കിന്റെ ഡിജിടെക്കിന്റെ മൈക്കിൽ നിന്നാണ്. അതെ, ഇപ്പൊ നിങ്ങക്ക് നല്ലപോലെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പം അതെ, ക്ലാരിറ്റി ഉണ്ടോ എങ്ങനെയാന്നുള്ളത്? നമ്മുടെ ക്യാമറയിലെ സൗണ്ട് ഇപ്പൊ മുമ്പേ കേട്ടത്, തൊട്ട് മുമ്പ് കേട്ടത് ഇതാണ് മൈക്കിലെ സൗണ്ട്. ഇതാണ് മൈക്കിലെ സൗണ്ട്. എങ്ങനെയുണ്ട്? രണ്ടും ഒരുപോലെയാണോന്ന് പറയണേ. അതെ, വ്യത്യാസം എന്താന്നുള്ളത്. അതെ, അപ്പം നിങ്ങൾക്ക് ഇതിന് രണ്ടിന്റെയും വ്യത്യാസം എന്താണെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. ഏതാണ് നല്ലതെന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മളിത് വാങ്ങിയത് എറണാകുളത്ത് പെൻഡാമേനകയിലുള്ള സെല്ലിസ് എന്ന് പറഞ്ഞൊരു കടയാണ്. അത് നമ്മൾ പാർക്കിങ്ങിൽ നിന്ന് ആ അണ്ടർഗ്രൗണ്ടിലോട്ട് ഇറങ്ങുമ്പം
ഗ്രൗണ്ട് ഫ്ലോറിലല്ല, അതിന് താഴത്തെ ഫ്ലോറിലോട്ട് ഇറങ്ങുമ്പം റൈറ്റ് തിരിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ലാസ്റ്റ് സെല്ലീസ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ഈ മൈക്ക് വാങ്ങിയത്. അപ്പം ഇത് വേണമെന്നുള്ളവർ അവിടെ ചെന്നാൽ മതി. അതെ, നല്ല ബെസ്റ്റ് പ്രൈസിൽ കിട്ടും. ഞങ്ങൾ കുറച്ച് കടകളിലൊക്കെ നോക്കി, ഓൺലൈനും ഒക്കെ നോക്കി, എല്ലാം നോക്കിയിട്ടുള്ളതിൽ ഏറ്റവും റേറ്റ് കുറവുള്ളത് ഇത്രയും ഫീച്ചേഴ്സും ഉള്ളൊരു മൈക്ക് ഇതാണ്. കടയുടെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. നമ്മുടെ ഒരു ബഡ്ജറ്റ് വെച്ചിട്ട് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നത് ബെസ്റ്റ് പ്രൈസ് അവിടെയാണെന്ന് തോന്നുന്നു. അപ്പം എല്ലാവർക്കും ഈ അൺബോക്സിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.